16 പ്രാവശ്യം നബിന്റെ അടുത്തേക്ക് ജിബ്രീലിനെ അവിടെ നിന്ന് ഇങ്ങോട്ട് അയച്ച അള്ളാഹ്ക്ക് 16 പ്രാവശ്യം 3 നേരം എന്നല്ലാതെ 5 നേരം എന്ന് പറയാൻ ഓർമ്മ ഉണ്ടായില്ല എന്നാ പറഞ്ഞത്. ഓർമ്മ ഉണ്ടായില്ല. അത് ഓർമ്മ വന്നപ്പോഴേക്ക് ഇറക്കേണ്ടതൊക്കെ ഇറക്കും ചെയ്തു. ഖുർആനിലൊന്നും പറയാം 16 വട്ടം ജിബ്രീലിനെ അയച്ചിട്ടും 5 നേരം എന്ന് പറയാൻ ഓർമ്മ ഉണ്ടായില്ല. പിന്നെ 17ാമത്തെ പ്രാവശ്യം ഓർമ്മ ആയപ്പോ നബിനെയും കൂട്ടിയിട്ട് ജിബ്രീലിനോട് അങ്ങോട്ട് ചെല്ലാൻ പറയും. ഞണ്ട് 7ാം ആകാശത്തേക്ക് അങ്ങോട്ട് ചെല്ലാൻ പറയും. അവിടുന്ന് ശരിയാക്കാന്ന് വിചാരിച്ചിട്ട് 5 നേരത്തിന്റെ കാര്യം ശരിയാക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് വിളിച്ചു. അവിടെ നിന്ന് ആദ്യം തന്നെ പറഞ്ഞെന്താന്നല്ലോ, അല്ലാഹ് ഫുറിദത്തി സ്വലവാത്തു 50 സ്വലാത്ത് എന്ന നമസ്കാരം 5 നേരമായിട്ട് ഫർളാക്കിയെന്നാണ്. ഫർളാക്കി എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ യാതൊരു ഭേദഗതി വരാൻ പാടില്ല എന്ന് അതിന്റെ അർത്ഥം. പക്ഷേ 5 നേരം ഫർളാക്കിയിട്ട് അവിടുന്ന് 6ാം ആകാശത്തെത്തിയപ്പോ മൂസാ നബി ചോദിച്ചു, എന്താണിപ്പോ നിസ്കാരം ഫർളാക്കി എത്രയെന്ന് വെച്ചപ്പോ 50 നേരം 50 നിസ്കാരം 50 നേരല്ലോ, തെറ്റിദ്ധരിക്കണ്ട, വിഷയം ശ്രദ്ധിക്കണം. 5 നേരെന്നും 50 നേരെന്നും പറയാനാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ പറയാൻ വിട്ടുപോയി എന്നാ പറയണത്. 50 നേരെന്ന് പറയാൻ വിട്ടുപോയി. 50 നിസ്കാരന്നേ പറഞ്ഞുള്ളൂ. 50 നിസ്കാരം നടക്കൂലെന്ന് മൂസാ നബി പറഞ്ഞപ്പോ കുറച്ചു നേരം പറഞ്ഞു, പോയിട്ട് കുറച്ച് 45 ആക്കി, പിന്നെയും കുറച്ചു നേരം പറഞ്ഞു. അങ്ങനെ 9 പ്രാവശ്യം ഇത് നടക്കൂല എന്നിട്ട് നബിനെ കയറ്റിറക്കിയിട്ട് 45 കുറച്ച്, പിന്നെ ബാക്കി 5 ഉള്ളൂ. 5 വന്നപ്പോ മൂസാ നബി അപ്പോഴും പറഞ്ഞു, ഇതും ശരിയാവില്ലട്ടോ, ഈ 5 നേരം നിലനിർത്താന്നുള്ള വലിയ ബുദ്ധിമുട്ട് പിടിച്ച ഏർപ്പാട് തന്നെയാണ്, ശരിയാവൂല എന്ന് പറഞ്ഞപ്പോ അപ്പൊ നബി പറഞ്ഞു, എനിക്ക് പോകാൻ വയ്യ. 49 വട്ടാണ് നിങ്ങളെ ഇവിടെ തട്ടിനുള്ളില്ല, 7ാം ആകാശത്തേക്കായി പോണത് 9 വട്ടം. പക്ഷെ ഖുർആനിൽ പറഞ്ഞിരിക്കണെന്താ, 1ാം ആകാശത്തേക്ക് പോലും നബിക്ക് പോവാൻ പാടില്ല എന്നാ ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. 3 സ്ഥലത്ത് വെളിവാക്കിയിരിക്കുന്നത്. 1ാം ആകാശത്ത് പോലും കയറാനുള്ള അർഹത നിനക്കില്ല എന്ന് പറഞ്ഞില്ലേ. സുബ്ഹാന റബ്ബി ഹൽ കുന്തു ഇല്ലാ ബശറൻ റസൂലാ. ആകാശത്ത് പോയിട്ട് കയറിയിട്ട് പ്രമാണമായിട്ട് കൊണ്ടുപോവാന്ന് പറഞ്ഞപ്പോ അതിന് മറുപടി എന്താ, എടോ ഞാനൊരു മനുഷ്യനാണ്, എന്നോട് അസംബന്ധമൊന്നും പറയില്ലേ, എനിക്ക് ആകാശത്ത് പറക്കണ പണിയല്ല എന്ന് പറഞ്ഞേക്കുന്ന അല്ലാഹ് ഈ സൂറത്തുൽ ഇസ്രായിൽ തന്നെ നബിയോട് പറഞ്ഞത്. അങ്ങനത്തെ നബി 1ാം ആകാശത്ത് കയറിയാൽ പോരാ, 7ാം ആകാശത്ത് കൊണ്ട് അവിടെ വരെ കയറ്റിയിട്ട് പിന്നെ 9 വട്ടം കയറ്റിയതാണ്. നോണാടെ കടുപ്പം നോക്കണം. 1ാം ആകാശത്ത് പോലും കയറാൻ പറ്റാത്ത ആള് 7ാം ആകാശത്ത് 9 വട്ടം കയറിയെന്നാ പ്രയോഗിച്ചത്. എന്തെങ്കിലാവട്ടെ, ഇനി 10ാമത്തെ വട്ടം കയറാനാ അപ്പൊ മൂസാ നബി പറഞ്ഞത്. അപ്പൊ പറഞ്ഞു ഇനി കയറാൻ പറ്റാന്ന് പറഞ്ഞു. ആര് ലജ്ജ തോന്നണേ. 9 വട്ടം 45 കുറച്ച്, ഇനി ആകെ 5 ഉള്ളൂ, അതും കൂടി കുറക്കാൻ പറയാൻ അള്ളാന്റെ അടുത്ത് പോകാനൊക്കെ ലജ്ജ തോന്നുന്നു പറഞ്ഞപ്പോ അപ്പൊ ഒരു വിളിയാളം കേട്ടു. അവിടെയാണ് വിളിയാളം വരുന്നത്. അപ്പോഴാണ് ഒരു വിളിയാളം കേട്ടത്. എന്തെന്ന്, മാ യുബദ്ദലുൽ ഖൗലു ലദയ്യ, വാക്ക് മാറ്റുന്ന പണിക്കൊന്നും ഇങ്ങോട്ട് ഇനി വരണ്ട, അത് നടക്കൂല. 9 വട്ടം വാക്ക് മാറ്റി, 9 വട്ടം വാക്ക് മാറ്റി എഴുതി വെച്ചതിന്റെ ചോട്ടിൽ എഴുതിയിരിക്കുക, വാക്ക് മാറ്റുന്ന പണിയൊന്നും ഇങ്ങനത്തെ നടക്കൂല, അതുകൊണ്ട് ഇങ്ങനെ മടങ്ങി വരണ്ട. അപ്പൊ 9 വട്ടം ചെയ്തതോ ആരാ ചോദിക്കാനാവില്ല. അബൂ ഹുറൈറയും അത് പറയുമ്പോ ഇത് ചോദിക്കാൻ ഒരു നാവുണ്ട്. അവിടെ നാവുണ്ടെങ്കിൽ ചോദിക്കാൻ പാടുണ്ടോ? ചോദിച്ചാൽ വിടൂല. ഇങ്ങനത്തെ നുണ ഏതെങ്കിലാവട്ടെ സംഗതി അപകടത്തിലായി. 5 നേരെന്ന് പറയാൻ അള്ളാഹ്ക്ക് ഓർമ്മ ഉണ്ടായില്ല, നബിക്ക് ചോദിക്കാനും ഓർമ്മ ഉണ്ടായില്ല, മൂസാ നബിക്ക് കുത്തിച്ചിരിക്കാനും ഓർമ്മ ഉണ്ടായില്ല. മൂസാ നബി വേറൊരു വാക്ക് പറയേണ്ടതുണ്ട്. 5 നേരം എന്ന് പറഞ്ഞാൽ, അല്ല 5 നിസ്കാരം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടായില്ലല്ലോ. 5 നേരം എന്നുള്ളത് കിട്ടേണ്ട നീലല്ലേ ഇവിടെ കാര്യമുള്ളൂ. അതുകൊണ്ട് ഈ 5 നിസ്കാരം എത്ര നേരായിട്ടാണ് ചെയ്യേണ്ടത് എന്ന് അള്ളാഹോട് ചോദിച്ചു നോക്കുന്ന ഒരിക്കലെങ്കിലും പറയാൻ മൂസാ നബിക്ക് ഓർമ്മ ഉണ്ടായില്ല. മുമ്പ് വലിയ ഇവിടെ നബി പിന്നെ പൊട്ടല, നബിക്ക് ശരിയ. അള്ളാഹ്ക്ക് വിവരമുണ്ടല്ലോ. അള്ളാഹ്ക്ക് തോന്നിയോ ഈ 9 വട്ടം ചെന്നപ്പോഴും 5 നിസ്കാരം പറഞ്ഞാൽ പോരാ, 5 നേരം പറയണമെന്ന് അള്ളാഹ്ക്ക് തോന്നിയോ? തോന്നിയില്ലാന്നാ പറയണത്. നബിക്ക് അള്ളാഹ്ക്ക് ഓർമ്മ ഉണ്ടായില്ല. അങ്ങനെ നബിയോട് പോകുന്നതിന് ശേഷം പിന്നെ ജിബ്രീലിനെ മടക്കി വിളിച്ചു. 6ാം ആകാശത്ത് നബി വിട്ടതിന് ശേഷം ജിബ്രീലിനെ മടക്കി വിളിച്ചു. ഒരബദ്ധം എന്നൊന്നും പറയില്ലല്ലോ, അവർ എഴുതൂലല്ലോ. ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞതിൽ 50 നിസ്കാരം 5 ആക്കിയിട്ടുള്ളൂ. അത് 5 നേരം എന്ന് പറഞ്ഞു കൊടുക്കണം പറയും. അത് ശരിയായിട്ട് അത് നമ്മൾ പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഉടനെ പോകണം പറഞ്ഞു. ആര് ജിബ്രീലിനോട് എന്നാ പോണം. ഈ മുഹമ്മദ് അവിടെ എത്തുമ്പോഴേക്ക് നിസ്കാരത്തിന്റെ സമയം കാണിക്കാൻ അവിടെ തന്നെ അപ്പം മുമ്പത്തെ മതിയായി. ഇപ്പൊ വായക്കാട്ടിയാലും തോണിച്ച് മതിയായി. ഇപ്പൊ മുമ്പ് അവിടെ ഇവിടുന്ന് 5 നേരം പഠിപ്പിക്കാൻ കഴിയാട്ടാണ് ആകാശത്ത് കൊണ്ടായത്. ആകാശത്ത് 5 നേരം പഠിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പൊ ഭൂമിയിലേക്ക് വന്നിട്ട് തന്നെ ഇപ്പൊ 5 നേരം പഠിപ്പിക്കുന്നത്. അങ്ങനെ ഭൂമി ഏതാണ് നബി സുബഹിന്റെ മുമ്പ് ആ പാലരക്ക് എന്നെ ഇവിടെ തിരിച്ചെത്തി. സുബഹിന്റെ സമയം 5 നിസ്കാരമല്ലോ. സുബഹിയല്ല ആദ്യത്തത്. നോക്കുമ്പോ നിശ്ചയില്ല എപ്പോഴൊക്കെ ഇരിക്കാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ കുത്തിരുന്ന് ഏതാണ്ട് ഇങ്ങനെ ഉച്ചാവുന്നവരെ ഇരുന്നപ്പോ കണ്ടിരിക്കണേ ആടിക്കുഴഞ്ഞിട്ട് ജിബിരിയിൽ എങ്ങനെ വരണേ. അപ്പൊ സുബഹിക്കെത്തില്ല. നോക്കണോ, ഇതൊക്കെ കിതാബിൽ എഴുതി വെക്കുന്നതാ. ഇത് വെറുതെ പറയില്ല. സുബഹിക്ക് ജിബിരിയിൽ എത്തിയില്ല, ജിബിരിയിൽ എത്തിയത് ലോഹർക്ക. അപ്പൊ ആടി
കുഴഞ്ഞവർ എഴുതൂല. അപ്പൊ ആടിക്കുഴഞ്ഞ കാരണല്ലേ ഈ ഉച്ചക്കായത്. അപ്പൊ ജിബിരിയിൽ ഉച്ചക്ക് വന്നിട്ട് നമ്മൾ നോക്കാം എന്താ നിൽക്കരിക്കാം. ഓ വേഗം നോക്കണു ഓരോരുത്തോളം നിൽക്കരിച്ചോടുക വിളിച്ച്. അങ്ങനെ ജിബിരിയിൽ അവിടെ ഇമാമ്, നബി പിന്നിൽ ഇമാമും, മറ്റൊരൊക്കെ മോമമിങ്ങളെ 2 ഇമാമും 3 ഓമും ഒക്കെ കൂടിയിട്ട് അങ്ങനെ നിസ്കാരമാണ് തുടങ്ങിയിട്ട് പറഞ്ഞു. ദുഹറിന്റെ സമയം എന്ന് പറഞ്ഞാൽ ഉച്ച തിരിഞ്ഞ അപ്പൊ തന്നെ. അപ്പൊ ദുഹർ പിറ്റേ ദിവസം അതിന്റെ അപ്പുറത്ത് അസ്രി, പിന്നെ ആദ്യത്ത് ഒരു സാധനത്തിന്റെ നിഴൽ അതിന്റെ അത്ര ആയാൽ അപ്പോ. രണ്ടാമത്തെ സമയം എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിന്റെ നിഴൽ അതിന്റെ 2 അത്ര ആയാൽ അപ്പോ. ഇങ്ങനെ 2 ദിവസം നിന്നിട്ട് നിസ്കാരത്തിന്റെ സമയമാണ് പഠിപ്പിച്ചു കൊടുത്തത്. എന്നിട്ട് ഇവരിലോട്ട് പോയി. അപ്പോ ഇവിടെ ഒരു ലാബ്സ് ആയിക്കോട്ടുണ്ട്. നമ്മുടെ സബ്സിഡി ലാബ്സ് ആകുമെന്നൊക്കെ ഗവൺമെന്റ് ചിലപ്പോ ഓരോ പദ്ധതിന്റെ സബ്സിഡി ഗവൺമെന്റിന്റെ പോരായ്മ കൊണ്ട് ലാബ്സായി പോകുക എന്ന് പറഞ്ഞ മാതിരി ഇവിടെ നെബിന്റെ പോരായ്മ കൊണ്ട് അല്ലെങ്കിൽ അള്ളാന്റെ ശ്രദ്ധ കുറവുകൊണ്ട് ഒരു സുബഹി ലാബ്സായി പോയിട്ടുണ്ട് അല്ലേ? ഈ മിഹ്റാജിന്റെ രാത്രിയിൽ 5 നിസ്കാരം നിർബന്ധാക്കി പോകുന്ന അള്ളാഹു, നിർബന്ധാക്കി അയച്ച അള്ളാഹു അന്നത്തെ സുബഹിന്റെ കാര്യം വിട്ടു പോവാതിരിക്കാൻ നടപടിയെടുത്തോ? നബിയെ പഠിപ്പിച്ചോ? ജിബ്രീലെത്തിയോ? ഇല്ല. എന്തുകൊണ്ട് അന്നത്തെ സുബഹി നഷ്ടപ്പെടുത്തിയതിന് കാരണം പറയണം. ആഹ്ലു സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ കാരണം പറയണം. 5 നേരത്തിന് വേണ്ടി കള്ള ഹദീസ് ഉണ്ടാക്കുമ്പോഴേ തല വേണം. 5 നേരം ഒരൊറ്റ കിതാബിൽ എഴുതിയില്ല. ഒരൊറ്റ കിതാബിലും 5 നേരം എഴുതിയില്ല. അവിടെ വന്ന അബദ്ധാപ്പത്. 5 നിസ്കാരമേ പറഞ്ഞോളൂ. അപ്പൊ നിസ്കാരം 5 നേരമില്ല. 3 നേരത്ത് 3 നിസ്കാരം ഉള്ളൂ എന്നാണ് ഉറപ്പിക്കാം. ഇഷ്ടംപോലെ തെളിവുകൾ എഴുതി വെച്ചിരിക്കണം. അതെടുത്ത് വായിക്കാം, പഠിക്കാം. അപ്പൊ എത്ര നിസ്കരിക്കേണ്ടത്? ഈ 2 റക്അത്ത്, രാവിലെ 2 റക്അത്ത്, വൈകുന്നേരം 2 റക്അത്ത്, രാത്രി 2 റക്അത്ത്. ഇതൊക്കെ സുന്നത്ത് ജമാഅത്തിനെ സമ്മതിക്കുന്ന ബുഖാരി മുസ്ലിമിന്റെ ഹദീസുകളിൽ തന്നെ തെളിഞ്ഞു കിടക്കുന്നതാണ്. നബി 2 റക്അത്ത് നിസ്കരിച്ചിരുന്നുള്ളൂ. പിന്നെ 4 നിസ്കരിച്ചെന്ന് എഴുതിയിട്ടുണ്ട്. അത് പിന്നീട് പറഞ്ഞിട്ടുണ്ടാക്കിയല്ലേ? അത് പിന്നീട് പറഞ്ഞിട്ടുണ്ടായതാണ്. അത് നമ്മൾക്ക് കാര്യമില്ല. ചോദ്യം എന്നല്ല വേറെ. ഈ നടത്തിപ്പിനെ സംബന്ധിച്ച് നമ്മുടെ സെമിനാർ എന്നുള്ള നിലക്ക് വിപുലമായ പ്രചരണം, വിപുലമായ പ്രവർത്തനം ഒക്കെ നടത്തേണ്ടി വന്നു. അതിനൊക്കെ ധാരാളം കമ്മിറ്റി കാര്യമായിട്ട് വഹിക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഈ വക വിഷയത്തിൽ താല്പര്യം ഇനിയും നടത്തും. ഇനിയിപ്പോ കുറെ ആൾക്കാരെ കത്തിയിട്ടാണ്. ഡോക്ടർ ഉസ്മാന്റെ, KP മുഹമ്മദ് മൗലവി സെക്രട്ടറി, നേതൃത്വത്തിന്റെ സെക്രട്ടറി, ജാമിയ നദിവിയ പ്രിൻസിപ്പാൾ AP അബ്ദുൽ ഖാദർ മൗലവി, അതുപോലെ ശാന്തപുര ഇസ്ലാമിയ കോളേജ് പ്രിൻസിപ്പാള്, ഇവിടുന്നൊക്കെ ഇനിയും കത്ത് കിട്ടാണ്ട് എക്നോളജ്മെന്റ് കിട്ടിയിട്ടുള്ളൂ. അവരൊക്കെ ഇനി എപ്പോഴെങ്കിലും അതുപോലെ പിന്നെ ജമാഅത്തിന്റെ അമീർ തീരെ സാധ്യല്ല എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ തയ്യാറാണ്. ഡോക്ടർ ആലുവ മൊഹീദ്ദീൻ, ഇവരൊക്കെ ആരെങ്കിലും ഈ സെമിനാറിന് തയ്യാറാണെന്ന് പറഞ്ഞിട്ട് കത്തയക്കാണെങ്കിൽ ഉടനെ സെമിനാർ ഉണ്ടാവും. യാതൊരു സംശയമില്ല. അള്ളാഹു നമ്മൾക്ക് ആരോഗ്യം ആശൊക്കെ തന്നെങ്കിൽ സെമിനാർ നടക്കും. ആര് വന്നാലും സെമിനാർ നടക്കും. ഈ 5 എന്നുള്ളതിന് തൗബ ചെയ്യിപ്പിക്കും. അവിടെ എത്തിയിരിക്കുന്നത് കാര്യം ഇന്നൊന്നും തുടങ്ങിയതല്ല. 25 കൊല്ലായിരിക്കണത് നടക്കാൻ തുടങ്ങിയിട്ട് ഇനി തൗബ ചെയ്യിപ്പിക്കൊണ്ടിടത്തെത്തി. അവർ വരട്ടെ. അവർ 5 എന്ന് പറഞ്ഞതിന് തൗബ ചെയ്യിപ്പിക്കും. സദസ്സിൽ വെച്ച് അവരെ കൊണ്ട് നുണ പറഞ്ഞിട്ട് ഈ സമുദായത്തെ വഞ്ചിക്കും. ഇവിടെ 5 ആര് പറഞ്ഞു? ഇവിടെ 5 ഇല്ല. ഉണ്ടെന്ന് തെളിയിക്കാൻ ആർക്കും സാധ്യമല്ല. സാധ്യമാണെങ്കിൽ ഇങ്ങനെ പണ്ഡിത സദസ് വിളിച്ചുകൂട്ടിയാൽ അവിടേക്ക് വരണില്ല. ഇവിടെ 25 കൊല്ലായിട്ടുള്ള അനുഭവമായി പറഞ്ഞത്. അപ്പൊ ഏതായാലും പ്രവർത്തനം വളരെ വിപുലമാണ്. വളരെയധികം പ്രചരണങ്ങൾക്കും മറ്റൊക്കെ ധാരാളം ചെലവ് വേണമല്ലോ. ഈ ജിഹാദ് എന്ന് പറഞ്ഞാൽ വെറും തൊള്ളോണ്ട് നടക്കൂല. എനിക്കൊന്നുമല്ല കേട്ടോ, ഇതിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചാണ് പറഞ്ഞത്. എനിക്കും ചെലവ് വരുന്നുണ്ട്. ഞാൻ ആഴ്ചക്ക് 500 രൂപയുടെ നോട്ടീസ് ഇറക്കുന്നുണ്ട്. അങ്ങനെ ഈ ചൂടാവുന്നത് ആഴ്ചക്ക് 500 രൂപയുടെ നോട്ടീസാ മാറ്റുകാർ ഇറക്കി വിടുന്നുണ്ട്. അതൊന്നും ഇപ്പൊ പൈസ നോക്കിയിട്ട് ബുക്ക് ധാരാളം സൗജന്യം കൊടുക്കുന്നുണ്ട്. അതന്നെ അവർ എഴുതിയിരിക്കുന്നത്. അപ്പൊ എവിടുന്ന അതിനൊക്കെ പണം? ജൂതന്മാരെ പണാണെന്നാ. ജൂതന്മാരെ പൊളിക്കാൻ വേണ്ടി, ജൂതന്മാരെ കള്ളത്തരം പൊളിക്കാൻ വേണ്ടി ജൂതന്മാരെ പണം തരണമെന്ന് പറഞ്ഞാൽ ബദറില് ഒട്ടകം പോരായിട്ട് അവസാനം അബൂജാഹില നബിക്ക് 2 ഒട്ടകം കൊടുത്തെന്ന് പറയും പോലെ. ബദറിലെ അബൂജാഹിലിനെ കൊല്ലാൻ പോയ ബദർ യുദ്ധത്തിൽ ഒട്ടകം പോരാതെ വന്നപ്പോ പിന്നെ അബൂജാഹിൽ തന്നെ 2 ഒട്ടകം വേഗം കൊടുത്തയച്ചു, 2 കുതിര കൊടുത്തയച്ചു എന്ന് പറഞ്ഞാൽ മതിലില്ല വർത്താനം. ജൂതന്മാരുടെ സകല കള്ളത്തരം നമ്മൾ പൊളിക്കാം. അതിന് പണന്മാരാണത്ര ഭ്രാന്തന്മാര്. ഭ്രാന്തല്ലാത്ത വർത്താനം പറയാം ഇല്ലേ? ഇതൊക്കെ പറയാൻ പാടുണ്ടോ? മനുഷ്യ ബുദ്ധമല്ലേ പറയാൻ പാടുള്ളൂ. ഏതെങ്കിലും ആവട്ടെ, വേണ്ടത്ര ശരിക്കും ത്യാഗം ശരീരം കൊണ്ടും പിന്നെ അതുപോലെ ധനം കൊണ്ടും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിലൊക്കെ സഹകരിക്കാൻ തയ്യാറുള്ള ആൾക്കാർ വന്നവരിൽ ഉണ്ടെങ്കിൽ അവർ ഇതിന്റെ പ്രവർത്തന ഫണ്ടിലേക്ക് എന്തെങ്കിലും കൊടുക്കുന്നത് നന്നായിരിക്കും. ഫണ്ടിലേക്ക് കാര്യമായിട്ട് ഉദ്ദേശമാരൊന്നും കലക്ഷൻ നടത്താൻ അവർക്ക് പറ്റിയിട്ടില്ല എന്നുള്ള വിവരം അറിയിച്ചതാണ്. അപ്പൊ അത് അങ്ങനെ ഈ ഇത്തരം കാര്യങ്ങൾ സത്യാന്വേഷണം നടത്തണം, സെമിനാർ നടത്തണം, ഇനിയും പ്രവർത്തനം നടക്കണം എന്നൊക്കെ ഉദ്ദേശമുള്ള ആൾക്കാർ സഹകരിക്കാൻ ഞങ്ങളുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തലും കൂടിയായല്ലോ. അങ്ങനത്തെ അതിന് സന്നദ്ധതയുള്ളവർ ഇല്ലെങ്കിലും ആരോട് യാചിക്കാൻ അവരും തയ്യാറില്ല, ഞാനും തയ്യാറില്ല. അതിന്